ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വെറൈറ്റി ചിക്കൻ കറിൻ്റെ റെസിപ്പി കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്തത് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പ് അതും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ തണിയാൻ വേണ്ടി മിക്സീൻ്റെ ജാറിലൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ മുഴുവൻ കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചിക്കൻ അതിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഹാഫ് വേവായതിന് ശേഷം നല്ല കട്ട തേരുണ്ടല്ലോ പുളിയില്ലാത്ത അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുരുമുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പാൽ മിശ്രിതം ഉണ്ടല്ലോ, പാൽ ഉള്ളി അണ്ടിപ്പരിപ്പ്, അതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് മുതലേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ പിന്നെ മറന്നുപോയി, പകുതിക്ക് എനിക്ക് ഓർമ്മ വന്ന് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഫുൾ കാണിക്കാതിരുന്നത്. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അരച്ച മിശ്രിതം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അതിനുശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ, ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ മാഗിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അതൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു വെറൈറ്റി അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി, കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവും, കാരണം അധികം എരിവൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അവരിത് പൊറോട്ടൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പൊറോട്ടൻ്റെ കൂടെ തന്നെയാണ് കഴിക്കുന്നത്. പൊറോട്ടയ്ക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു നൂൽപുട്ട്, വെള്ളാപ്പം, ദോശ, ഒറോട്ടി, ചപ്പാത്തി, പൂരി എല്ലാത്തിനും മേച്ചാകുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.